ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എപ്പിസോഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഗംഭീരമാവട്ടെ, നമുക്ക് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം. പക്ഷെ ഈ പ്രോമോ കണ്ട സമയത്ത് തന്നെ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി, വല്ലാത്തൊരു സന്തോഷം തോന്നി. ലാലേട്ടൻ ഫയർ, അമ്പോ ഫയർ ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ. ഇതേ ലെവല് തന്നെയാണ് എപ്പിസോഡ് എന്നുണ്ടെങ്കിൽ സംഗതി കലക്കും. ആളുകൾ കാത്തിരിക്കുന്ന എപ്പിസോഡാണ്, അല്ലെങ്കിൽ ആളുകൾ കൊതിച്ചോണ്ട് ഇരിക്കുന്ന ഒരു എപ്പിസോഡാണത്. ലക്ഷ്മി എയറിൽ കട്ടന്ന് ഇങ്ങനെ പറക്കണം. അവര് പറക്കണേ, അവര് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നല്ല ആട്ട് അവർക്ക് കിട്ടണം. അത് അവര് 100% ഡിസേർവ് ചെയ്യുന്നുണ്ട്. രണ്ട് വിഷയങ്ങളാണ്, ഒന്ന് ആദില നൂറയുടെ വിഷയം, ഒന്ന് ഒനീലിന്റെ വിഷയം. സോ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ്. അജാതി വൃത്തികെട്ട വർത്താനം അതിൻ്റെ അകത്തുനിന്നല്ല, അവർ വെളിയിലാണെങ്കിൽ ആരോടും വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റിയല്ലോ എന്ന്. ആദില നൂറുടെ വിഷയത്തിലാണ് തോന്നുന്നു ഒരു ലാലേട്ടൻ പറഞ്ഞത്, അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ. എന്താ അറിയില്ല, അത് പുള്ളി ആ ഒരു ഡയലോഗ് പറഞ്ഞത് കേട്ട സമയത്ത് നമുക്കൊരു സന്തോഷമാണ്, മനസ്സിലായ, നമുക്കൊരു സന്തോഷം കിട്ടി. ആൻഡ് അത് പറയുന്ന സമയത്ത് നൂറേനെ ഫോക്കസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നൂറയുടെ ഒരു എന്താ പറയുക, നൂറേനെ ആ സമയത്ത് കാണിച്ച സമയത്ത് എനിക്ക് അതും കൂടി കണ്ട സമയത്ത് കൂടുതലൊരു സന്തോഷവും അല്ലെങ്കിൽ വല്ലാത്തൊരു ഫീലൊക്കെ ആക്ച്വലി തോന്നി. ലാലേട്ടൻ അങ്ങനെ ഒരു ഇതൊക്കെ പറയുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വല്ലാത്തൊരു അക്സെപ്റ്റൻസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ, ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ടാണ് ചിന്തിച്ച് നോക്കുന്നത്. സോ എന്തായാലും പ്രോമോ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. പ്രോമോ പോലെ തന്നെ എപ്പിസോഡിൽ വരട്ടെ, ഗംഭീരാവട്ടെ. എന്തൊക്കെയാണ് ഈ ലക്ഷ്മി അല്ലെങ്കിലും അല്ലേ, എന്താണ് അവർ അതിൻ്റെ അത് കാണിച്ചു വിടുறாൻ, എനിക്ക് അവര് തീരെ പറ്റാതായിട്ടുണ്ട്. അവർ ഇന്നലെ അക്ബറിനെ കുറിച്ചിട്ട് അവർ പറയുന്നത് കേട്ടു, എന്താണ് സ്ത്രീ വിരോധം എന്നൊക്കെ. ഇവരേനെ എന്ത് വിരോധം എന്നാ പറയണ്ടത്? ഇവര് മനുഷ്യന്മാരോടെ വിരോധമുള്ള പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. മനുഷ്യന്മാരോടെ എന്താണ് LGBT കമ്മ്യൂണിറ്റിയോട് വിരോധം, അല്ലെങ്കിൽ പുരുഷന്മാരോട് വിരോധം. എന്താ അത്? പിന്നെ എന്താ പറയാ, അവരവിടെ കിടന്നിട്ട് എന്തോ ന്യായീകരിക്കുന്നുണ്ട് പ്രോമോയില്. എന്താണ് അവരോട് വിയോജിപ്പുണ്ട്, എനിക്ക് തോന്നുന്നു ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് വിയോജിപ്പുണ്ടെന്നാണ് പറഞ്ഞത് തോന്നുന്നു. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വിയോജിപ്പ് എന്താണ് ആർക്ക് വേണമെന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ആക്ച്വലി പറയുന്നത്. അവര് നിങ്ങളുടെ ചിലവിലൊന്നുമല്ലല്ലോ ഇരിക്കുന്നത് ലെവലിലൊക്കെയാണ് പറയുന്നത്. അത് മോനെ, അത് ശരിക്കും കരണത്ത് കിട്ടിയ അട്ടിക്ക് തുല്യമാണ് ആ മറുപടി. കരണത്ത് കിട്ടിയ അട്ടിക്ക് എന്ന് പറഞ്ഞാൽ അട്ടിക്ക് തുല്യമാണ്. സത്യമല്ലേ പറഞ്ഞത്? വിയോജിപ്പുണ്ടാവാം, വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ എതിർക്കാം, അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് മനസ്സിനകത്ത് വെക്കാം. പക്ഷെ ഒരുമാതിരി എന്താണ് വെറുപ്പ് തുപ്പരുത്, അല്ലെങ്കിൽ വിഷം തുപ്പരുത്, അല്ലെങ്കിൽ ആക്ഷേപിക്കരുത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീനെ. അത്രയേ ഉള്ളൂ. അവർ ആക്ഷേപിക്കുകയാണെന്ന് ചെയ്തത്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകൾ എന്നൊക്കെയുള്ള ലെവലിൽ പറഞ്ഞിട്ട്. ഇപ്പം എന്തായാലും കൊള്ളാം. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയില്ല, എന്ത് പിണ്ണാക്കാണ് പറയാനുള്ളത് അവരുടെ സൈഡിൽ നിന്നുള്ളത് എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും പറയട്ടെ. എന്തായാലും അവർ പറഞ്ഞത് മോശമായി പോയി, അത്രയേ ഉള്ളൂ. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ എപ്പിസോഡ്. ഒനിയലിൻ്റെ കേസും പറയാനുണ്ടല്ലോ. അപ്പോൾ ഒനിയലിൻ്റെ ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണെന്നേ ഒനിയലിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഒരാളെ മാനസികമായിട്ട് എന്തോരം ബാധിക്കും? വെളിയിൽ അയാൾക്ക് ലൈഫുണ്ട് അല്ലേ, ഫാമിലി, ഫ്രണ്ട്സ്, എങ്ങനെയായിരിക്കും അവസ്ഥ? എന്തായാലും അവർ ലൈവിൻ്റെ അകത്ത് കിടന്നിട്ട് ഇത് എന്താണ് ഗിൽറ്റി ഫീൽ ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു പൊട്ടത്തരല്ലേ. ഞാൻ പറഞ്ഞത്, അവർ എന്ത് അഹങ്കാര വർത്തമാനമാണ് അവർ ആക്ച്വലി പറഞ്ഞത്. ഒരാൾക്കെതിരെ കാണാത്തൊരു കാര്യം കയറിയിട്ട് എടുത്ത് ചാടിയിട്ട് ഓരോന്ന് വിളിച്ചും പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് സോറി പറയണ. അങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് തീരാവുന്ന ഒരു വിഷയമാണോ അത്? ഒരിൻ്റെ വിഷയത്തിൽ? റെഡി, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ എപ്പിസോഡ്.